നമ്മള് പറഞ്ഞ നമ്മുടെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ്. അഗോദ പറഞ്ഞ 7,000 രൂപ 2,000 രൂപയ്ക്ക് ഓഫറിൽ തന്ന അഗോദ ഒരു നല്ലൊരു ഇന്നലെ പറഞ്ഞായിരുന്നു ഇല്ലല്ലോ, ഒരു നല്ലൊരു വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അഗോദ പറഞ്ഞ സൈറ്റ് അഗോദ ഏതാ ഇതാ അതിൽ അവര് നമുക്ക് റൂം കുറച്ച് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മളിങ്ങനെ 7,000 രൂപയുടെ റൂം വമ്പിച്ച് ഓഫറിൽ 2,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ എടുത്താണ്. നോക്കുമ്പോൾ 1,500 രൂപയുടെ റൂം 2,000 രൂപയ്ക്ക് നമ്മൾ തലയിൽ കെട്ടി വെച്ചിരിക്കുകയാണ് ഗായ്സ്. എന്നാലും സംഭവം കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ക്ലീനൊക്കെയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിന്നെ വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മളിവിടെ നേരെ ഗുരുവായൂരെല്ലാം അത്യാവശ്യം തിരക്കുണ്ട്, ഉള്ളിൽ അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അപ്പം ഇനി ചാവക്കാട് മെറൈൻ അക്വേറിയത്തിലേക്ക് പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. മാമി റെഡിയാ? പച്ച പോണു ചാറ്റാ. മാമി മീമിനെ കാണാൻ വേണ്ടി മറൈൻ വേൾഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഹലോ ഗേസ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ചാവക്കാട് പഞ്ചവടി എന്നുള്ള സ്ഥലത്തെ മറൈൻ വേൾഡ് അക്വേറിയത്തിലാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം, അതാണ് മറൈൻ വേൾഡ് ചാവക്കാട്. ഇതാണ് കേട്ടോ മറൈൻ വേൾഡിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി കാണാം. ഇവിടെ ടിക്കറ്റ് ചാർജസ് വരുന്നത് 400 rupees പെർ പേഴ്സൺ ആണ് അഡൽട്ട്സിന്. അത് വേർത്താണോ നമുക്ക് അകത്ത് കയറി നോക്കാം. ഇതൊരു 4 acres അടുപ്പിച്ചുള്ള വലിയൊരു പബ്ലിക് അക്വേറിയമാണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉണ്ടെന്ന് പറയും. നമ്മൾക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കാം. എൻട്രൻസ് തന്നെ അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരുന്നത്. ടോർട്ടോയ്സിൻ്റെ ഇതൊക്കെ ആയിട്ട് സൂപ്പർവാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്ത് നോക്കുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എൻട്രൻസ് ലെഫ്റ്റ് സൈഡായിട്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴത്തേക്ക് മാമിക്ക് അങ്ങോട്ട് പോകണമെന്ന് അതിയായ മോഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ച് സ്നാക്സ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവിടെ പിടിക്കാതെ മക്കളെ. അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിച്ചിട്ട് ഉള്ളിലോട്ട് വരുമ്പോൾ ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. വി ലവ് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊക്കെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ലെറ്റേഴ്സൊക്കെ ചെയ്ത് ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻട്രൻസിൽ 2 കുട്ടി ആനകളെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങളെയൊക്കെ ആകർഷിക്കാനായിട്ട് നല്ല സൂപ്പറാണ്. അതങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഉള്ളിലോട്ട് പോയി കാണാനായിട്ട് ഒരു വലിയ സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഉള്ളിൽ പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു കാറാണ് കേട്ടോ. ഒരു കാറിനുള്ളിൽ അത് നല്ല ഫുൾ സീൽ ചെയ്ത് വെച്ചിട്ട് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ, സിംപ്ലി സൂപ്പർ.
ഇതുണ്ട് ഒരു ഓട്ടോയിൽ ഒരു അക്വേറിയം സെറ്റ് ചെയ്തേക്കുവാണ്. അടിപൊളിയാണല്ലേ. ഓരോ അക്വേറിയംസും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, വലിയ അരോണ ഫിഷാണ്. എൻ്റെ വീട്ടിൽ അരോണ ഫിഷ് ഉണ്ട്, ബട്ട് ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത് ഒരെണ്ണം അല്ല, ഒരു 5-6 എണ്ണം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ചൈനീസ് ഫെങ്ഷുയി പ്രകാരം ഇത് നമ്മൾക്ക് ഗുഡ് ഫോർച്യൂൺ കൊണ്ടുവരുന്ന ഫിഷ് എന്നാണ് കേട്ടോ പറയുന്നത്, ഈ അരോണ ഫിഷ് എന്ന് പറയുന്നത്. മാമിക്ക് ആകെ അറിയുന്ന ഫിഷാണ് ഈ അരോണ ഫിഷ്. എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവൾ എക്സൈറ്റഡ് ആയിട്ട് കാണുവാണിത്. ഇച്ചിരി നല്ല വലിപ്പമൊക്കെ ഉണ്ടല്ലോ ഇത്. ഇത് കണ്ടു കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും ഫിഷ് തെറാപ്പി സെക്ഷൻ എത്തി. വലിയ വിശാലമായിട്ടാണ് കേട്ടോ ഇവിടെ ഫിഷ് തെറാപ്പി സെക്ഷൻ. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഫിഷ് സ്പായാണ് കേട്ടോ. അപ്പോൾ വിക്കേട്ടൻ കാലൊക്കെ വെച്ച് കൊടുത്തു. എന്തൊരു കൂട്ടമായിട്ട് വന്ന് ഫിഷ് സ്പാക്ക് ചെയ്യാനായിട്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ വന്നു. നല്ല സുഖമുണ്ടല്ലേ വിക്കേട്ടാ? ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു ഒരു ടണൽ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിലൂടെ കയറിയിട്ട് ഇങ്ങനെ സറൗണ്ടിങ് അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു നമ്മൾ വിചാരിക്കും നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് നിൽക്കുന്ന മാതിരി. ഇവിടുന്ന് വേണമെങ്കിൽ വാവ് എടുപ്പിച്ചോ. വാവ് എടുക്കും. വാലുള്ള മീൻ നോക്കും മാമി. സ്റ്റിംഗ് ഫിഷ്. ഇതൊരു ഫോട്ടോ സെക്ഷൻ പ്ലേസ് ആണ് കേട്ടോ. ഇതൊരു കുളിമനാലി സെറ്റപ്പ് പോലെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തിട്ട് ഒരു ഫോട്ടോ സെക്ഷനാണ് സെറ്റപ്പാണ് ഇവിടെ.
ഈ സെഷൻ അവർ ചെയ്തേക്കുന്ന ഏകദേശം നമ്മൾ ഒരു ഫിഷിൻ്റെ മൗത്തിൻ്റെ പുറത്തോട്ട് പോകുന്ന പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. കണ്ടോ, ടീത്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും വേറൊരു മെയിൻ സെക്ഷൻ വരുന്നുണ്ട്, റെയിൻ ഫോറസ്റ്റ്. ഇതാണ് റെയിൻ ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴി. ഡിനോസറിൻ്റെ സ്കെൽറ്റണൊക്കെ രീതിയിൽ ഇവിടെ ആർട്ട് ഡ്രോയിങ്സ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രോയിങ്സിൽ അത് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ നേരെ താഴെ നമുക്ക് റെഡ് ടോർട്ടോയ്സ് ഉണ്ട്. ഇതിൻ്റെ നേരെ താഴെ കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഈ വഴി നമ്മൾ മേളിലോട്ട് കയറണം. മേളിലോട്ട് പോകുമ്പോഴേക്കും കുറേ ട്രീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്ത ട്രീസാണ്, ഒറിജിനൽ അല്ല. പക്ഷെ കണ്ട ഒരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു വലിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നിറയെ ഫിഷസ് ഉണ്ട്. കണ്ടോ, വലിയ വലിയ ഫിഷസാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് വഴി താഴോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കുള്ള സെക്ഷൻസിൽ കുഞ്ഞു കുഞ്ഞ് അക്വേറിയംസ്, കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ അക്വേറിയംസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വുഡൻ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു അക്വേറിയംസ് ആണ്. ഇവിടെ എൻട്രൻസ് ഡെക്കർ എന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ഡിസൈനിങ്ങും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുവഴി നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ കാണുന്നത് നമ്മൾ മുൻപ് കണ്ട റെയിൻ ഫോറസ്റ്റിൻ്റെ അവിടെയുള്ള ആ ഫിഷസില്ലേ, ആ സെക്ഷനാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. കൊണ്ട് ആ ട്രീയുടെ ബ്രാഞ്ചസ് ഒക്കെ ആ പോണ്ടാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത ആ ഡിസൈനിങ് തന്നെ അടിപൊളിയാണ്. മീൻസ് നമ്മൾക്ക് മേളിലത്തെ ആ റെയിൻ ഫോറസ്റ്റ് കാണാൻ ചെയ്യാൻ താഴെ വരുമ്പോഴത്തേക്കും ആ ഫിഷസിൻ്റെ ആ ഒരു ഇതും വളരെ നന്നായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും കാണുന്നത് ഈ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് ലയൺ ഫിഷ് എന്നാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, ഇതിങ്ങനെ ഉണ്ടാവും, നല്ല വിടർന്ന് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫിഷ്. ഇതുപോലുള്ള ഫിഷസൊക്കെ ഞാൻ വേറൊരു അക്വേറിയത്തിൽ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ കാണാൻ പറ്റി. ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടതെന്ന് പറയുന്നത് സ്റ്റോൺ ഫിഷ് എന്ന പേരുള്ളൊരു ഫിഷാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് ഫിഷ് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. പക്ഷേ ദേ കിടക്കുന്ന ഇവനാണ് സ്റ്റോൺ ഫിഷ്. ഏറ്റവും അധികം വിഷമുള്ള ഫിഷാണിത്. അതിൻ്റെ സ്റ്റിങ് അത്രയും വെനമസ് എന്നാണ് പറയുന്നത്. ഹ്യൂമൻസിന് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫിഷാണ് ഈ സ്റ്റോൺ ഫിഷ് എന്ന് പറയുന്നത്. കണ്ടാൽ പാവം പോലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഭീകരനാണിവൻ, കൊടും ഭീകരൻ. ഏറിൽ നീന്തുന്ന ഫിഷുകൾ. തേപ്പുറത്ത് നോക്കിയ ഒരു വമ്പൻ ലോബ്സ്റ്റർ. ഇതൊക്കെ ഒറിജിനൽ അല്ല കേട്ടോ, ഇതൊക്കെ അവർ ഡെക്കർ ചെയ്ത് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഈ ഒരു അക്വേറിയത്തിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് ഒരു ടോർട്ടോയ്സ്, അത് ഒരു അക്വേറിയം ഇങ്ങനെ ചുമക്കുന്നത് പോലെയാണ്. ഇത് നമുക്ക് റിസംബ്ലൻസ് തോന്നും. കാരണം ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ആ ഒരു കൂർമാവതാരം പാലാഴി മല ചുമക്കുന്ന പോലെയാണ് ഈ ഡിസൈനിങ് അവർ ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അതിൻ്റെ സ്ഥാനത്ത് ഒരു അക്വേറിയം ഫിക്സ് ചെയ്തിരിക്കുന്നു, അത്രേ ഉള്ളൂ.
ദേ ഇവിടെ ക്ലൗൺ ഫിഷ് ഉണ്ട്. അതങ്ങനെ നോക്കാണ്ട് ബാക്കിൽ റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉള്ളതല്ലേ. അബാബ എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. ഇത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ കുറച്ച് നോക്കി നിൽക്കുമ്പോൾ റിവേഴ്സിൽ ഇങ്ങനെ പോകുന്നതാണ്, റിവേഴ്സിൽ പോകുന്നതാണ്. ഇത് കണ്ടോ, ഇത് റിവേഴ്സ് പോകുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കാണാൻ പറ്റി റിവേഴ്സ്. ഇതാണ് സ്റ്റിംഗ് റേ. ഇതിനെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ബട്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അതിന് ഇൻഫെക്ഷനായിട്ട് അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു എന്നാണ് പറയുന്നവർ. ഈ ഒരു സെക്ഷൻ കാണുമ്പോഴേ ഒരു നിഗൂഢതയില്ലേ. ദേ കിടക്കുന്നതാണ് പിരാനകൾ. ഇതൊരു പ്രെഡേറ്റർ ഫിഷാണ് കേട്ടോ. അതായത് മറ്റ് മീനുകളെയും കൂടെ ഭക്ഷിക്കുന്ന ഒരു ഫിഷാണ്. ഒമ്നിയോറസ് ആണ്. പിരാനെ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. ഒറിജിനൽ ഹിപ്പോപ്പൊട്ടാമസിനെ വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ഡെക്കറാണ് കേട്ടോ ഇത്. അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോകുന്ന സ്ഥലം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ്, വാട്ടർ ടണൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്. അതിൻ്റെ വലിയ ഫിഷസ് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ മുകളിൽ തന്നെ ഫിഷസ് ഇങ്ങനെ പോകുന്നത് നല്ല അടിപൊളിയായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വാട്ടർ ടണൽ. അത്ര നല്ലതാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ എടുക്കായിരുന്നു. എവിടെ നോക്കി ഇവിടെ നോക്കി. ഈ പിരാനല്ലേ ഇതേ പോകുന്നു, പിരാന. അപ്പോൾ ഈ ഒരു സെക്ഷൻസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. 4 ഏക്കറാണ് കേട്ടോ ഇതുള്ളത്. ഇനിയും കാണാനുണ്ട് ഒരുപാട്. ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഡവ്ലാപ്പിൻ്റെ സൂപ്പർ സിപ്പറാണ് കേട്ടോ. ഇത് ഓൺ ടച്ച് ബട്ടണോട് കൂടിയാണ് വരുന്നത്. നല്ല സൂപ്പർ ക്യൂട്ട് ഹാൻഡിലുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻ ഉണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ, ഒരു ബീയുടെ ഷേപ്പാണ് കേട്ടോ. ഇതുപോലെ ഓൺ ടച്ച് ബട്ടണിൽ തന്നെ നമ്മുടെ സ്ട്രോ പോപ്പ് ചെയ്യും. 550 ml കപ്പാസിറ്റിയുള്ള ഈ ഒരു സൂപ്പർ സിപ്പർ 6 months മുതൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് BPA ഫ്രീ ആണ്. മാത്രമല്ല എൻ്റെ ബോഡി ഫുൾ സ്റ്റീൽ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻറ്റി ഡ്രിപ്പ് ക്ലോഷർ സിസ്റ്റമാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. ഇത് കണ്ടാൽ 550 ml എന്ന് പറയത്തില്ല, ഇതിൻ്റെ കപ്പാസിറ്റി 550 ml ആണ് കേട്ടോ. അകത്തുണ്ട് നല്ല സ്റ്റീൽ ബോഡിയാണ്.
BPA ഫ്രീ ആണ്, അത് കുട്ടികൾക്ക് സേഫ് ആണ്. പിന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു റിമൂവബിൾ സൈഡ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് റിമൂവ് ചെയ്ത് വാഷ് ചെയ്തൊക്കെ വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി പുറത്ത് എന്തൊക്കെ വിസ്മയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഇനി പോകുന്നത് ഫിഷസിന് ഫീഡ് ചെയ്യാനാണ് കേട്ടോ. ഈ കോയി ഫിഷസിനാണ് കേട്ടോ നമ്മൾ ഫീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് ആ ഫീഡിങ്ങിനുള്ള കാര്യങ്ങൾ തരും. അതിന് മുന്നേ നമ്മൾ ഹാൻഡ് നല്ലോണം വാഷ് ചെയ്തിട്ട് വേണം ഫീഡ് ചെയ്യാൻ. നല്ല രസമുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഹാൻഡ് നല്ലോണം വാഷ് ചെയ്യണം. അങ്ങനെ കുറച്ച് നടന്ന് പോകുമ്പോഴത്തേക്കും ഒരു ആമയും മുയലും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു. ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് മറ്റേ സ്റ്റോറിയിലുള്ള ഇൻസ്പയർ ചെയ്തവരുണ്ടാക്കിയതല്ലേ എന്ന് അവർ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ശരിയാണ്, ആ സ്റ്റോറി ഇൻസ്പയർ ചെയ്ത് കുട്ടികൾക്ക് രസകരമായിട്ട് കാണാൻ ഒരു അനുഭൂതി തോന്നാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. കേട്ടാ, എനിക്ക് തോന്നുന്നു മറ്റേ ആമയും മുയലിൻ്റെ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യാനായിരിക്കും അല്ലേ? ആമയുടെ മുയലിൻ്റെ സ്റ്റോറി റീക്രിയേറ്റ് ചെയ്തല്ലേ? അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ ഇങ്ങനെ വെക്കത്തില്ല. അതാണ് ഊഞ്ഞാലാണ് ഈ വീഴുന്നത്. അപ്പോൾ ഈ സെക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് മീൻ പിടിക്കാനായിട്ട്. നമ്മൾ ഈ മീൻ പിടിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഞെട്ടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരിത് ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാമയൊന്നും നമ്മൾ കിടക്കാൻ പറ്റിയ ഒരു പ്രായമല്ലാത്തതിന് ഞങ്ങൾ അങ്ങോട്ട് ഇറക്കിയിട്ടേ ഇല്ല. വേറെ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് 16D സിനിമ കാണാനാണ്. അയ്യേ കണ്ടിട്ടുണ്ടെങ്കിലും 16D വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് കേട്ടോ. അത് അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ വീഴുന്നതും അതൊക്കെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ബേർഡ്സ് പാർക്ക്. അപ്പോൾ അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് ബേർഡ്സ് പാർക്കിലോട്ടാണ്. ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ വരിയായി നിൽക്കുന്നത് കണ്ടാൽ തോന്നും അസംബ്ലിക്ക് നിൽക്കുവാണ്. സത്യം പറഞ്ഞാൽ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ നിൽപ്പുണ്ട്. പക്ഷേ ഫുഡിന് വേണ്ടിയാണ് ഇതൊക്കെ നിൽക്കുന്നത്. നമുക്കിതിനെ ഫീഡ് ചെയ്യാം. ഇവിടെ ഒരു കൂട്ടം അസംബ്ലി, നല്ല സുന്ദര കുട്ടപ്പന്മാരാണ് കേട്ടോ അതൊക്കെ.
അമ്മേൻ്റെ തലി നോക്കാം, അമ്മേൻ്റെ തലി നോക്കാം, അമ്മേൻ്റെ തലി നോക്കണം. മറന്നുപോയി. അമ്മേൻ്റെ തലയിൽ എന്താ നോക്കിയാ? അപ്പോൾ ഞങ്ങൾ ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണ്. ട്രെയിൻ യാത്രയ്ക്ക് പോവുകയാണ്. മ്യൂസിക് വിത്ത് അതുപോലെ ഹോട്ട് റൈഡൊക്കെ ഉണ്ട്. നമ്മളതിൽ കയറിയിട്ടൊന്നുമില്ല. നല്ല വെള്ള കുതിര. 400 റുപ്പീസിന് ഈ മറൈൻ വേൾഡ് സത്യം പറഞ്ഞാൽ വേർത്ത് തന്നെയാണ്. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.